ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2 സുഹൃത്തുക്കൾ പുതുതായി നെൽകൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അടുത്തടുത്തായി സ്ഥിതി ചെയ്തിരുന്ന 2 പാടങ്ങൾ അവർ പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചു. ഒരാളുടെ പാടത്തിലെ ചെടികൾ ഉത്സാഹത്തോടെ വളർന്ന് ഉയർന്നു നിന്നു. എന്നാൽ മറ്റേയാളുടെ പാടത്തിലെ ചെടികൾ വളർന്നെങ്കിലും വളഞ്ഞു തൂങ്ങി നിന്നു. വിളവെടുത്തപ്പോഴാണ് ആ സത്യം അവർക്ക് മനസ്സിലായത്. ഉയർന്ന് ഗമയോടെ നിന്നിരുന്ന ചെടികളിൽ കതിരുകളായിരുന്നില്ല, മറിച്ച് നിറയെ പതിരുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കതിരുകളുടെ ഭാരം കാരണമാണ് മറ്റേയാളുടെ പാടത്തിലെ ചെടികൾ വളഞ്ഞു തൂങ്ങി നിന്നിരുന്നത്. ചെടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ചില മനുഷ്യരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ കണ്ടെത്താൻ കഴിയും. പുറമേ നിന്ന് നോക്കിയാൽ ഉയർന്നു വലിയ ഗമയോടെ നിൽക്കുന്ന പലരുടെയും ജീവിതത്തിൽ നല്ല ഫലം കണ്ടെത്താൻ കഴിയാറില്ല. മറിച്ച് നല്ല ഫലങ്ങളുള്ളവരുടെയൊക്കെ ജീവിതം എപ്പോഴും കതിരുകളുള്ള ചെടികൾ പോലെ താഴ്മ നിറഞ്ഞതായിരിക്കും. വിശുദ്ധ ബൈബിളിലെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവം ശലോമോന് പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. ദൈവം ശലോമോനോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്നതാണ്. ശലോമോൻ ചോദിച്ചത് ദൈവത്തിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ള ഹൃദയമാണ്. ശലോമോന്റെ താഴ്മ കണ്ട ദൈവം ശലോമോന് ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയവും സമ്പത്തുമെല്ലാം നൽകി അനുഗ്രഹിച്ചു. വിവേകവും ജ്ഞാനവും 2ആണ്. നാം നേടുന്ന അറിവാണ് ജ്ഞാനം. പക്ഷേ അത് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് വിവേകം. ഇന്ന് എല്ലാവർക്കും വലിയ അറിവുണ്ട്. പേരിൻ്റെ കൂടെ ചേർക്കാൻ അനേകം ഡിഗ്രികളുണ്ട്. ഓരോ വർഷവും പുതിയ മേഖലകൾ കണ്ടെത്തി അതിൽ വലിയ വിജ്ഞാനം നേടാൻ താല്പര്യവുമുണ്ട്. എന്നാൽ നേടിയ അറിവുകൾ യഥാവിധി ജീവിതത്തിൽ ഉപയോഗിക്കാൻ അറിയാതെ വിവേകമില്ലാത്തവരാണെങ്കിൽ ഈ ജ്ഞാനം നേടിയതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളത്? നേടിയ അറിവിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവരും പൊങ്ങച്ചം കാണിക്കുന്നവരുമൊക്കെ പതിരുകൾ പുറപ്പെടുവിക്കുന്ന ചെടികളെ പോലെയാണ്. അഹങ്കാരത്താൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരുടെ അടുത്ത് ഫലം അന്വേഷിച്ചു പോയാൽ പതിരല്ലാതെ കതിരുകളൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ നല്ല കതിരുകളുള്ളവർ ശലോമോനെ പോലെ ഞാൻ ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല എന്ന വിനയം നിറഞ്ഞ വാക്കുകളാൽ സമ്പന്നരാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സ്നേഹബന്ധങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നേടിയ അറിവുകളെല്ലാം ശൂന്യമല്ലേ? തല ഉയർത്തി നിൽക്കുന്ന പതിരുകളെല്ലാം തന്നിലുള്ള ജ്ഞാനവും വിവേകവും കൊണ്ട് താഴ്മ ധരിക്കുന്ന നല്ല ദൈവമക്കളെ തീരാൻ ദൈവം സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധ